പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പനയമ്പാട് 4 കുട്ടികൾ മരിച്ച സംഭവത്തിലെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. ഈ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇന്ന് 11 കൂടി ചൂരിയോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപകടമുണ്ടായത്. ഒരു വലിയ ലോറിയും അതോടൊപ്പം തന്നെ ഈ ചെറിയ ലോറിയും തമ്മിലാണ് കൂട്ടിയിടി ഉണ്ടായത്. ചേട്ടാ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് മറ്റേ അവിടെ ലോറികളും കൂടി വരുമായിരുന്നു. അപ്പോൾ ടിപ്പർ അങ്ങോട്ട് തിരിച്ചപ്പോൾ ലോറിക്ക് അങ്ങനെ അപകടമുണ്ട്. ചവിട്ടി കിട്ടിയില്ല, ലോറി ചവിട്ടി കിട്ടിയില്ല. ഇവിടെ സ്ഥിരം അപകടം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. വേറെ ബസ് ഒരു പിക്കപ്പ് വാനും കൂടെ കൂട്ടി ഇടിച്ചിട്ട് ബസ് ആളിറങ്ങി വരാം. അതിന്റെ പുറകിൽ ഇടിച്ചെന്ന് പറഞ്ഞിട്ട് 11 കാലം ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ പോലീസുകാർ ഇവിടെ സ്റ്റാൻഡിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ചാറ്റമഴ ഉണ്ടായിരുന്നു. ചാറ്റമഴ ഈ വണ്ടി ഇങ്ങോട്ട് തിരിയുമായിരുന്നു ലോഡ് തട്ടാൻ വേണ്ടി. ഈ പള്ളിയുടെ അങ്ങോട്ട് തിരിയുന്ന സമയത്താണ് ആ ബെൻസ് വണ്ടി വന്നിട്ട് സ്റ്റഡം ബ്രേക്ക് വിട്ട് മൊത്തം നിരങ്ങി വന്നിട്ടാണ് അടിച്ചതെന്ന് പറയുന്നത് കേട്ടോ. ബസ്സും മറ്റേ ചെറിയ വണ്ടിയോട് കൂട്ടി മണക്കാടേക്ക് പോകുമായിരുന്നു. മണക്കാട് ആളെ ഇറക്കാൻ വേണ്ടി വണ്ടി സ്റ്റോപ്പിൽ നിർത്തിയാന്ന് പറഞ്ഞു കേട്ടോ. കണ്ടില്ല. അതിന്റെ പുറകിൽ വന്ന് അടിക്കുക. ബോയിലർ വന്ന് അടിക്കും. പിക്കപ്പ് പോകാൻ വന്ന് അടിക്കുമായിരുന്നു. ആളപായങ്ങളൊന്നും ആർക്കുമില്ല. സ്ഥിരം അപകട മേഖലയിലെ പരിക്കുണ്ട്. അപകട മേഖലയാ. സ്ഥിരമാ വണ്ടി ചവിട്ടിയാൽ നിന്നില്ല. അതാണ് ഇപ്പോൾ രണ്ട് അപകടങ്ങളും വണ്ടി ചവിട്ടിയാൽ നിന്നില്ല എന്നുള്ളതാണ്. ഷാർപ്പ് കർവാണല്ലേ? അതെ. അപ്പോൾ ഈ വളവേ ഈ റോഡിന്റെ ഒരു വളവും നിർത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ അപകടങ്ങൾ കൂടും. നല്ല രീതിയിൽ റോഡിന് ഭയങ്കര മിനുസം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അപകടങ്ങൾ ഈ മഴയത്ത് വണ്ടി ചവിട്ടിയാൽ കിട്ടാത്തത്. പഴയമ്പാടത്താണെങ്കിൽ ആ കയറ്റം ദുബായ്ക്കൊന്നും കയറ്റം എടുത്തില്ല. അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. സ്ഥിരം എവിടെങ്കിലുമൊക്കെ അപകടം ഉണ്ടാവും. മഴ പെയ്ത അപ്പം അപകടം ഉണ്ടാവും. പിന്നെ വളവ് കണ്ടപ്പോൾ വളവ് കൂടുതൽ ആരും നിവർത്തിയിട്ടില്ല. പറഞ്ഞില്ല, റോഡ് പണിയിൽ വളവ് ഒന്നും നിവർത്തിയിട്ടില്ല. ഒരു വളവും നിവർത്തിയില്ല. പറഞ്ഞില്ല, ഒക്കെ അവരെ അടുത്തുള്ള വീട്ടുകാർ അവരുടെ സൗകര്യത്തിന് റോഡ് കൊണ്ടുപോയത്. പിള്ളേർ മരിക്കാൻ തന്നെ ആ കയറ്റം കാരണം അവിടെ എല്ലായിടത്തും അതെ. ഈ വളവുകളിലെല്ലാം ഓരോ വീടുകളുണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് റോഡ് കൊണ്ടുപോയത്. അല്ലാണ്ട് റോഡിന്റെ മാതൃകയിലല്ല. ഇത് ഡ്രൈവർമാർക്കോ ഒന്നും പ്രശ്നമില്ല. ആർക്കും ഒരു കുഴപ്പമില്ല. വണ്ടികൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. ഭാഗ്യം. പക്ഷേ വണ്ടിക്ക് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നല്ല ഇടിയായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും. ടോറസുമായിട്ടാണ് ഇത് കൂട്ടിയിടിച്ചത്. അത് മാത്രമല്ല 2 അപകടങ്ങൾ ഉണ്ടായി. ഒന്ന് ഒരു ബസ്സും ഒരു പിക്കപ്പ് ബൊലേറോ പിക്കപ്പുമായിട്ടും കൂട്ടിയിടി ഉണ്ടായി. അങ്ങനെ അപകടങ്ങൾ ഈ മേഖലയിൽ തുടർക്കഥയാവുകയാണ്. ഒന്നല്ല 2 അപകടങ്ങളാണ് ഇന്ന് ഈ ചൂരിയോട് ഭാഗത്ത് നടന്നിരിക്കുന്നത്. അധികൃതരുടെ ശ്രദ്ധ എത്രയും വേഗം പതിയണം. അല്ലെങ്കിൽ ഇതൊരു ഒരു കുരുതിക്കളമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നലെ നമുക്ക് 4 പെൺകുട്ടികളെ നഷ്ടപ്പെട്ടു. നാളെ ഇനി ആരെയൊക്കെ നഷ്ടപ്പെടാതിരിക്കുന്നു. ഒരാളുടെ ജീവൻ പോലും പൊലിയരുത്. അതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്.